ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ രാവിലത്തെ ജോലികളെ കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് വീട്ടിലേക്കൊന്ന് പോയി, എൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഉമ്മയും അനിയനൊക്കെ വിളിക്കുന്നുണ്ട്, എന്താ വെക്കേഷനായിട്ടൊന്നും വരുന്നില്ലേന്ന്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇതുമൂന്ന് മദ്രസ പൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ 1-2 ദിവസം അവിടെ പോയി നിൽക്കാമെന്ന് കരുതുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരക്കായതുകൊണ്ട് ഞാൻ രാവിലത്തെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 2 ദിവസമെന്ന് പറഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ നമുക്ക് ഓരോ ഭാഗങ്ങളും നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിലേ വരുമ്പോഴേക്കും വീടാകെ അലങ്കോലമായിട്ട് ഒരു വൃത്തിയേടായി കിടക്കുകയായിരിക്കും. അപ്പം നമുക്ക് അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേ പണികളുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കാൻ നിന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. 2 മുട്ട പുഴുങ്ങിയത് അതിലേക്ക് പോവല്ലേ. അപ്പം കുറച്ചും കൂടി പനീർ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തീർത്തിട്ടാണ് ഞാൻ പോണത്. ഫ്രിഡ്ജിലുള്ളതൊക്കെ മക്കൾക്കൊക്കെ അവർക്കൊക്കെ ഞാൻ പുട്ടും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇന്നലെ ബീഫായിരുന്നല്ലോ ഫുഡ്. അപ്പോൾ അതിലേക്ക് അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നീട്ടി പുട്ടും ബീഫ് കറിയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു അല്ലേ, പുട്ടും ബീഫ് കറി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളൊക്കെ പിന്നെ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നിന്നു. അപ്പോൾ മക്കളൊക്കെ കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് മുന്നേ കാണാൻ നല്ല മൊഞ്ചില്ലേ, അങ്ങനെ അവളെ ഒരു സുജായിയായി മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എന്നേക്കാളും സന്തോഷം അവർക്കാണ്. കാരണം ഞാൻ ഇവിടെ ഐറൂസിനെ നോക്കുന്നത് പോലെയാണ് അവിടെ എൻ്റെ അമ്മ നോക്കുക. അവർക്ക് എന്താ വേണ്ടത്, അവരെ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കിയെടുക്കുക, വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ അവരെ എന്താ പറയുക, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലേക്ക് പോകാറുള്ളത്. അത് മാത്രമല്ല ഇന്ന് അനിയനാണെങ്കിൽ അവിടെ ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്നൊക്കെ ചോദിച്ച് ഞങ്ങളോടൊക്കെ ഏത് ഫിലിമിനാണ് പോകേണ്ടതെന്നൊക്കെ ചോദിച്ച് ബുക്ക് ചെയ്തിട്ട് ഉള്ളതാണ്. 3 മണിക്കാണ് ഉച്ചയ്ക്ക് കിട്ടുക. അപ്പോഴേക്കും ആ ഒരു സന്തോഷം മക്കൾക്കുണ്ട്. ഞങ്ങൾ അവിടെ പോകുമ്പോഴാണ് കാര്യമായിട്ട് സിനിമക്കൊക്കെ പോവാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് ഇല്ല, പോരുന്നില്ല എന്ന് പറഞ്ഞ് ഫിലിമിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി ഞങ്ങൾ ബസ്സിന് പോകാനിപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ അതിന് വേണ്ടി മാത്രം ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് പോരണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ മൂപ്പർ പറഞ്ഞു വേണ്ട, മക്കളെ കേട്ടില്ല. പിന്നെ ഉച്ച നേരം ആയതുകൊണ്ട് നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ അവിടെ കൊണ്ടാക്കിയിട്ട് പോന്നോളാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരു 12:30 കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. 1 മണിയാകുമ്പോഴേക്കും എൻ്റെ വീട്ടിലെത്തും. പിന്നെ ഫുഡ് കഴിച്ച് നേരെ സിനിമക്ക് പോവുക, ഇത്രേ ഉള്ളൂ. അപ്പം ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ മെഷീന് ചെറിയൊരു ബാറ്ററി ഇഷ്യൂ ഉണ്ട്, ശരിക്കും കാണുന്നില്ല. അപ്പോൾ അതൊന്ന് മാറ്റാനുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പോകുന്ന തിരക്കിൽ രാവിലെ എഴുന്നേറ്റ് പഠനം ഞാൻ വേഗം പണികൾക്കൊക്കെ നിന്നതിൽ വെള്ളം കുടിച്ചു. അങ്ങനെ വെയിറ്റ് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനി എന്ന് നോക്കണം, ഒരുപാട് പേര് അങ്ങനെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് എത്രയെന്നുള്ള 1-ാം തീയതി നോക്കുമ്പോഴുള്ള ആ ഒരു സർപ്രൈസ് കിട്ടില്ല അല്ലേ, നമ്മൾ എന്ന് നോക്കിയാൽ. ഏതായാലും നോക്കട്ടെ, ഞാൻ ബാറ്ററിയൊക്കെ മാറ്റിയിട്ട് വെയിറ്റ് നോക്കാം. ഇനിയിപ്പോൾ വീട്ടിലല്ലേ, ഇനി 2 ദിവസം എന്തായാലും വെയിറ്റ് നോക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ വെയിറ്റ് മെഷീനിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിഫറൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയം തോന്നുമ്പോൾ നമുക്ക് ആ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. കൂടുതലാണ് കാണിക്കുന്നതെങ്കിൽ വിഷമം ഉണ്ടാവും കരുതിയിട്ട് ഞാൻ ആ വീട്ടിലൊന്നും വെയിറ്റ് നോക്കാൻ വിചാരിക്കണില്ല കേട്ടോ. അങ്ങനെ 1 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തി. അവിടെ ഉപ്പൊക്കെ മുന്നിൽ തന്നെ ഉണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നീനുട്ടിനോടൊക്കെ സംസാരിച്ച് എല്ലാവരും വരുമ്പോഴാണ് ഇവർക്കൊരു, കാരണം വീട്ടിലാരും ഇല്ലല്ലോ, ഉമ്മയും ഇപ്പയും. പിന്നെ അനിയൻ രാവിലെ പോവും. പിന്നെ എന്താ പറയുക, അനിയൻ്റെ നീലുള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ ഇട്ട്. ആദ്യമൊക്കെ ഞങ്ങളെല്ലാവരും ഞാനും അനിയത്തിയും മക്കളൊക്കെ വന്ന് എപ്പോഴും ഇവിടെ ബഹളമായിരുന്നു. ഇപ്പോൾ എല്ലാവരും സ്കൂൾ മദ്രസയിലൊക്കെ ചേർത്തി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായതുകൊണ്ട് ഒക്കെ ഇങ്ങനെ വെക്കേഷന് മാത്രമേ വരുള്ളൂ. അപ്പോൾ മാത്രമേ വീടൊന്ന് ഇളകി മറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നേരെ വന്ന് റൂമിൽ ഇവിടെ നുജുമ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെയുള്ള പരിപാടികളൊക്കെ ആ റൂമിൻ്റെ ഉള്ളിലാണ്, ജഗപോക വർത്താനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡൊക്കെ ഫുഡ് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട്, ഞാൻ കഴിച്ചിട്ടില്ല, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഹസ്ബൻഡ് വേഗം പോകണമെന്ന് പറഞ്ഞപ്പോൾ ഫുഡൊക്കെ ഉമ്മ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിച്ചത് ഞങ്ങളിവിടെ ആക്കിയിട്ട് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ നുജും ഉപ്പയൊക്കെ കളിയാക്കുന്നുണ്ട്. ഓക്കെ ഇനി ഞങ്ങളെയൊക്കെ ഉണ്ടാക്കി ഹസ്ബൻഡ് തിരിച്ചു പോയി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പയും അനിയനൊക്കെ കളിയാക്കുന്നുണ്ട്. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഹസ്ബൻഡ് പോയി. അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു സംഭവങ്ങൾക്കൊക്കെ വന്നത്. ഹസ്ബൻഡ് പിന്നെ എൻ്റെ ഉപ്പയും ഒരുമിച്ചാണ് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ അമ്മ അവിടെ അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റൊക്കെ എടുത്തു വെക്കലും കാര്യങ്ങളൊക്കെയാണ് ഉമ്മ.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ മേളം തുടങ്ങുകയാണ് കേട്ടോ. എത്രയായാലും നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അതൊരു വേറൊരു വൈബ് തന്നെയാണ്. അത് പ്രധാന കാരണം ഞാൻ അരീക്കോട് ആകുമ്പോൾ എല്ലാ ഉത്തരവാദിത്വവും നമ്മുടെ തലയിലാണല്ലോ. ഇവിടെ എത്തുമ്പോൾ പിന്നെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഒരു മൂടിൽ അങ്ങനെ നടക്കും. അങ്ങനെ ഇതാ ഞങ്ങൾ ഹസ്ബൻഡ് പോയി. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഉമ്മ നല്ല അടിപൊളിയായിട്ട് നെയ്ച്ചോറും ചിക്കൻ കുറുമയും പിന്നെ ചിക്കൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഉമ്മ ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ട് ഗീ റൈസ്, മക്കൾക്ക് ഗീ റൈസ് ഇഷ്ടമാണ്. ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 പപ്പടം പൊരിച്ചതും ഒക്കെയാണ് ഇതും കഴിക്കുന്നത്. അതായത് ചിക്കൻ സ്റ്റൂ ഉണ്ട്, പിന്നെ ചിക്കൻ വറുത്തതുണ്ട്. പോരാത്തതിന് നല്ല മീനിൻ്റെ അച്ചാറുണ്ട് കേട്ടോ. നുജുമിൻ്റെ ഫ്രണ്ട് ആരോ ലക്ഷദ്വീപിൽ നിന്ന്, അവിടുത്തെ മീനിൻ്റെ അച്ചാർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. അപ്പോൾ അവിടെ ഒരുപാട് അറിയുന്ന ആൾക്കാരുണ്ട് നുജുമിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെക്കേഷനൊക്കെ അവർ വരുമ്പോഴോ പോകുമ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ മീനച്ചാർ കൊണ്ടുവരും കേട്ടോ. വീട്ടിലെപ്പോഴും അധികം ഉണ്ടാവും, നല്ല ടേസ്റ്റ്. നമ്മൾ ഇവിടുന്ന് എത്ര ഉണ്ടാക്കിയാലും വാങ്ങിയാലും ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് നീ കഴിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഡയറ്റ് പൊട്ടിക്കാനൊക്കെ അനിയനും പിന്നെ അതുപോലെ തന്നെ എൻ്റെ നാത്തൂനും നോക്കുന്നുണ്ട്. നാന അവളിങ്ങനെ പറയുന്നുണ്ട്, താത്ത നല്ല ടേസ്റ്റ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, കഴിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ച് എന്നെ ഇങ്ങനെ എന്താ പറയുക കഴിക്കാനിങ്ങനെ എന്നെ തോന്നിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അതിലൊന്നും വീഴാതെ ഇതാ നമ്മൾ ഇമ്മ ഉണ്ടാക്കി നല്ല അടിപൊളി കാബേജ് തോരനുണ്ട്. അതിലേക്ക് ആ കുറുമ കറി ഇങ്ങനെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ വറുത്തതും എടുത്തിട്ടുണ്ട്. പിന്നെ ആ കാണുന്നത് മീനിൻ്റെ അച്ചാറാണ് കേട്ടോ. ചെറിയൊരു കഷ്ണം പപ്പടം എടുത്തിട്ടുണ്ട്. ഫുള്ളല്ല, പകുതി പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഞാൻ ഇന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരു 2 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ നേരെ ഫിലിമിന് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ എല്ലാവരും തകൃതിയായിട്ട് ഗീ റൈസൊക്കെ കഴിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാതെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് നല്ല ടാസ്ക്കാണ്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നുണ്ട്, കഴിച്ചു നോക്ക് താത്ത, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതൊന്നും നോക്കാതെ, കാരണം നമുക്ക് കുറേ ദിവസം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊരു ചീറ്റ് ഡേ ഒക്കെ നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ അത് വേണ്ടാന്ന് കരുതി ഞാനിത് മാത്രം കഴിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു 5-6 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അവർ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്നോട് പറയും, പിന്നെ അനിയൻ എന്നെ പറയുന്നുണ്ട് നല്ലതാണ് അങ്ങനെ അരിഭക്ഷണം കഴിക്കാതൊക്കെ തന്നെയാണ് നല്ലത്. പക്ഷേ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം വണ്ണുള്ള ഫാമിലിയാണ്. എല്ലാവരും നല്ല വണ്ണുള്ള ഫാമിലി. അപ്പോൾ കുറച്ച് ഭക്ഷണം എല്ലാവരും കഴിക്കുന്നത്ര കഴിച്ചില്ലെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ അനിയനും കണ്ടില്ലേ നല്ല വണ്ണുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കണ്ടാണ് എൻ്റെ നാത്തൂന് തടിച്ചത് കേട്ടോ. അവളങ്ങനെ വരുന്ന സമയത്തൊന്നും ഇത്ര വണ്ണമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു കാറ്റൊക്കെ തട്ടിയപ്പോൾ അവളും വണ്ണം വെക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടി വണ്ണം വെച്ചത്, എത്രയൊന്നും ഇല്ലായിരുന്നു അവൾ. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോകാനുള്ള ഒരു ഡ്രസ്സ് ചേഞ്ചിങ്ങിലാണ്. ഞങ്ങൾക്കൊന്നും ഡ്രസ്സ് മാറ്റാനില്ലല്ലോ, ഞങ്ങൾ വന്നപ്പോൾ തന്നെ മാറ്റി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അനിയനും വൈഫും കൂടെ ഓരോ റൂമിലേക്ക് മാറ്റാൻ പോയപ്പോൾ ഞാൻ നിലുവിനെ ഞാൻ മാറ്റിക്കോളാം, അവിടെ നിർത്തിയാളാ എന്ന് പറഞ്ഞ് ഡ്രസ്സ് ഇങ്ങോട്ട് കൊടുത്തയച്ചു. അങ്ങനെ ഞാൻ അവനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ കമൻറ്റിലുണ്ടായിരുന്നു ദോശ കഴിക്കണമെന്തിനാ അങ്ങനെയൊന്നും എന്താ പറയുക ചീറ്റ് ഡേ ഒന്നും ചെയ്യില്ലെന്ന്. സത്യം പറയാമല്ലേ, നമ്മൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അത് രാവിലെ ഒരു ആപ്പിൾ മാത്രം അല്ലെങ്കിൽ ഒരു മുട്ട മാത്രമൊക്കെ കഴിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. മക്കൾക്കുള്ള ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണവും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടും ഞാനത് കഴിക്കാതെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ കേട്ടോ. കാണുമ്പോൾ അത് കഴിക്കുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ നമ്മളൊന്നും ഇത്ര എല്ലാവരും കഴിക്കുന്ന ഫുഡൊന്നും കഴിക്കാതെ നമ്മൾ സെപ്പറേറ്റ് വേറെ ഫുഡ് കഴിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പം അന്ന് തലേദിവസം ഞാൻ ആ ഒരു ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ദോശ ഇങ്ങനെ ചുടുമ്പോൾ നമുക്ക് ആ നെയ്യൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചുടുമ്പോൾ ആ മണം വരുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ദോശ എടുത്തത്. ഒരു ദോശയാണ് കഴിച്ചത്. അന്ന് രാവിലെ ആണെങ്കിൽ മുട്ടയും പിന്നെ കട്ടൻ ചായയും പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഒരു ആപ്പിളും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചിട്ടാണ് വൈകുന്നേരം ഞാൻ 5 മണിയൊക്കെ ആയപ്പോൾ ഒരു ദോശയും അത് കഴിച്ചിട്ടുള്ളത്. അപ്പം അത് അങ്ങനെ നിൽക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര ടാസ്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി ഫിലിമിന് പോകാൻ നിൽക്കണേ. നമ്മളിപ്പോൾ ആ കാര്യങ്ങളൊന്നും പറഞ്ഞ് അധികം നീട്ടുന്നില്ല. ഞങ്ങളിവിടെ നമുക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയാം അല്ലേ. അപ്പം ഫിലിമിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. ഉമ്മ ഇപ്പൊക്കെ അത് അവിടെ ഒരുങ്ങി വരുന്നുണ്ട്. അപ്പം എൻ്റെ നീനൂട്ടി ഞാനൊക്കെ ഇങ്ങനെ 1-2 വീഡിയോസ് എടുത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ റീൽസിനും കാര്യങ്ങൾക്കൊക്കെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവർ ആ ഒരു സൈഡിൽ പോയി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇനി ഞങ്ങളിതാ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചർച്ച എന്താണെന്ന് വെച്ചാൽ ഈ കാറിൽ എല്ലാവരും കൂടെ കയറാൻ പറ്റുമോ, ഞങ്ങളൊന്നും ആരും വണ്ണില്ലാത്ത ആൾക്കാരായതുകൊണ്ട് സുഖമായിട്ട് പോകാമെന്നുള്ള ഒരു ചർച്ചയിലാണ് ഞങ്ങളിപ്പോൾ കേട്ടോ. അപ്പം എന്തായാലും എങ്ങനെയെങ്കിലും നോക്കാം.
അതിൽ തന്നെ കയറി എങ്ങനെയെങ്കിലും പോകാമെന്നൊക്കെയുള്ള ഒരു സംസാരത്തിലാണ് ഇപ്പോൾ. അപ്പോൾ അത് എല്ലാവരും മാറ്റി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഏകദേശം 2:30-ക്കെങ്കിലും ഇറങ്ങും. 3 മണിക്കാണ്. അപ്പോൾ അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് യാത്ര ഉള്ളൂ. പക്ഷേ ആ യാത്രൻ്റെ പ്രശ്നമല്ല, നുജുമിന് നല്ലൊരു അവിടെ നിർത്താൻ വണ്ടി പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്ഥലവും കിട്ടണം. പോരാത്തതിന് പെട്ടെന്ന് തിരക്കൊന്നുമില്ലാതെ സിനിമ കാണാനുണ്ട് ഇറങ്ങണം. അതാണ് അവൻ്റെ ഒരു അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നേരത്തെ ഇറങ്ങണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 2:30-ക്ക് ഇറങ്ങി. അപ്പോൾ അതാ നീനുട്ടി ഇങ്ങനെ സ്റ്റാറും കളിക്കുന്നുണ്ട്. ഈ സ്റ്റാർ ഇപ്പോൾ കാണാൻ ഇത്ര ഭംഗിയില്ലെങ്കിലും രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ രാത്രി വീഡിയോ എടുക്കാൻ നോക്കാം. ഇപ്പോൾ ലൈറ്റ് ഇടുമ്പോഴാണ് ആ ഒരു അതിൻ്റെ സ്റ്റാറിൻ്റെ ലൈറ്റ് ഇടുമ്പോഴാണ് ആ ഭംഗി. അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ ഒരു ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ കാറിലേക്കുള്ള ഒരു കയറാനുള്ള ഒരു തത്രപ്പാടിലാണ്. നമുക്ക് നോക്കാം എങ്ങനെ കയറുമെന്ന്. അപ്പം നീലൂനെയും മുന്നിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ നുജുമാണല്ലോ, ഓൻ പറയുന്നുണ്ട് ഞാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ചളിയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവനല്ലാതെ വേറെ ആർക്കും ഡ്രൈവിങ് അറിയില്ലല്ലോ, എന്നാലും ചളി അടിക്കാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാ വണ്ടിയിൽ കയറിയിട്ടുള്ള അവസ്ഥ ഇതാണ്. 10 മിനിറ്റ് യാത്ര ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനൊരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ മെലിഞ്ഞിട്ടായതുകൊണ്ട് എനിക്ക് ഇച്ചിരി സ്ഥലം മതിയല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാണോ ഒരവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. എല്ലാവരും മുൻഭാഗത്ത് മുൻ സീറ്റിൽ ഇപ്പയും നുജും ഇരുന്നു. ഉപ്പാൻ്റെ മടിയിൽ നീലുവിനെ വെച്ചിട്ടോ. ബാക്കി ഞങ്ങളൊക്കെ ഇനി ആ നീലുവിനെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അവനാകെ എന്താ പറയുക ചപ്പി പോകണ്ടല്ലോ എന്ന് കരുതി ഞങ്ങളെല്ലാവരും ബാക്കിലും മുന്നിൽ ഉപ്പാൻ്റെ അടുത്ത് നീലുവിനെയും കൊടുത്തു. അങ്ങനെ ഞങ്ങളിതാ എന്താ പറയുക ഇവിടെ എത്തിയിട്ടോ, ഇന്ത്യ മാളിലെത്തിയിട്ട് ഞങ്ങൾ ലിഫ്റ്റ് ഓപ്പണെ കാത്തിക്കാണ്. അപ്പുറത്ത് എസ്കുലേറ്റർ ഉണ്ടെങ്കിലും എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. കുറേ നേരം ലിഫ്റ്റിൻ്റെ മുന്നിൽ കാത്തുനിന്ന് നീനുട്ടി നാനിയും പിന്നെ ഇതുമ്മും ഒക്കെ ലിഫ്റ്റിൽ പോയി. ഞാനും ഉപ്പയും ഉമ്മയും നുജുമും ഇവിടെ നിന്നിട്ടോ ലിഫ്റ്റിൽ. അപ്പോൾ നുജുമിന് എസ്കുലേറ്ററിൽ പോകാൻ പേടിയൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നു. അവസാനം ലിഫ്റ്റിൽ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഇനി ഇപ്പാനും ഇമ്മാനും ലിഫ്റ്റിൽ കയറ്റിയിട്ട് അവൻ ഇതിൽ തന്നെ എസ്കുലേറ്ററിൽ തന്നെ കയറി വന്നു. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളിത് മറ്റുള്ളവരൊക്കെ നേരത്തെ തന്നെ കയറി എത്തിയതുകൊണ്ട് അവരിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഒരു സീറ്റിലാണ് അവരുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഇനി നേരെ തിയേറ്റർക്ക് കയറുക, ഫിലിം കാണാം. അപ്പോൾ അതാ അവിടെ എത്തി. എന്താ പറയുക മാർക്കോ ആണ് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കുറേ എന്താ പറയുക ഇതൊക്കെ കേട്ടിട്ട് ഓരോരുത്തർ കണ്ട റിവ്യൂസൊക്കെ കേട്ടപ്പം അതിനെപ്പറ്റി കൂടുതൽ ചർച്ചയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് കാണാമെന്ന് കരുതി. പക്ഷെ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു കേട്ടോ. കാരണം എൻ്റെ അമ്മ മക്കളെയും വെച്ച് കാണാൻ പറ്റിയ ഒരു പടമല്ല അത്. തുടങ്ങുന്ന യുദ്ധവും അടിയും കൂത്തും ചോരയിലുള്ള കളിയും ആ സിനിമ ലാസ്റ്റ് അവസാനിക്കുന്നത് വരെ ആ ഒരു സംഭവമാണ്. പേഴ്സണലി എനിക്കത് ഭയങ്കര ഇടങ്ങേറായി തോന്നി. നമ്മൾ കണ്ണ് ചിമ്പിയിട്ടാണ് അധിക സീനും ഞാനും എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. നമുക്കങ്ങനെ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല. അത്രയും എന്താ പറയുക ചോരയിൽ കളിച്ചിട്ടുള്ള ഒരു ഫിലിമാണ് കേട്ടോ. അപ്പോൾ ഒരു കണ്ണ് ചിമ്പി ഇങ്ങനെ ആ ഒരു രീതിയിൽ ഫിലിം കണ്ടതുകൊണ്ട് തന്നെ ഫിലിം കഴിഞ്ഞപ്പോഴേക്കും ഒരു തലയ്ക്കൊരു ഭയങ്കര വേദന കേട്ടോ. ഏതായാലും ആ നീലുമൊക്കെ ഇരുന്ന് കണ്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെറിയ മക്കളെയും കൊണ്ടൊന്ന് കാണാൻ പോവാതിരിക്കുകയാണ് നല്ലതെന്ന്. എന്തായാലും ഫിലിമൊക്കെ കണ്ട് ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും ആർക്കും വലിയ എന്താ പറയുക താല്പര്യമില്ല. അപ്പോൾ ഈ സിനിമ വലിയ ഇഷ്ടമായില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതുതന്നെയാണ് മൊത്തത്തിൽ അടിപൊളി ഒരു പുക ഫിലിമാണ് കേട്ടോ. അതപ്പം ഇറങ്ങി ഇനി ഇതാണ് ഇന്ത്യൻ മാളിലാണ് കേട്ടോ, മഞ്ചേരി ഇന്ത്യൻ മാളാണിത്. അത്യാവശ്യം നല്ലൊരു കാര്യങ്ങളും ഇതൊക്കെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ ഉള്ള ഒരു മാളാണ്. പക്ഷേ ഞങ്ങളിനി അവിടെ ഇവിടെ ഒന്നും കയറാൻ നിൽക്കുന്നില്ല. നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ട്. നേരത്തെ അങ്ങോട്ട് പോയ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് ആ ഒരു കാറിലൊക്കെ എല്ലാവരും കൂടി കയറിയിട്ടുണ്ട്. അങ്ങനെ എത്തിയപ്പോഴേക്കും നുജും ഇങ്ങനെ പറയുന്നുണ്ട് ഒന്നും കഴിക്കാനില്ലേ, ചായ കുടിക്കാനെന്താ ചായക്കടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് അവർ ഐസ്ക്രീമും പിന്നെ പോപ്കോണും അതേപോലെ തന്നെ നീനുട്ടിൻ്റെ കയ്യിൽ കണ്ടില്ല ആ ഒരു പ്രിങ്കിൾസ് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഐസ്ക്രീം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഐസ്ക്രീമൊന്നും കഴിക്കാതെ കണ്ടിറങ്ങണത്. പിന്നെ നുജുമിന് എന്നെ ഭയങ്കര അത്ഭുതം കേട്ടോ. താത്ത അടിപൊളിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നീനുട്ടി ഇങ്ങനെ പ്രിങ്കിൾസ് എൻ്റെ അടുത്ത് നിന്ന് കഴിച്ചപ്പോൾ ഞാൻ അതിൽ നിന്നൊരു 2-3 എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് നമുക്ക് ഇരുട്ടായതുകൊണ്ട് വീഡിയോയിൽ കിട്ടുന്നേ ഇല്ല. കാരണം ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഡാർക്ക് കളറിലാണ്, അല്ലാതെ ഒരു ലൈറ്റ് വന്നിട്ടുള്ളൊരു
ഭാഗം ഈ ഫിലിമിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്താ വീഡിയോ എടുക്കാൻ തീരെ വെളിച്ചുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് തിന്നതിൻ്റെ ബാക്കിയാണ് ഇവിടെ വന്നുകൊണ്ട് നീനൊക്കെ തിന്നണത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 4 5 പീസ് അതിലപ്പുറം കഴിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കുറ്റബോധം എനിക്കുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇന്ന് ഞാൻ പിന്നെ വേറെ ഒരു ഫുഡും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചില്ല. എനിക്കത് കഴിക്കാൻ എന്താ പറയുക ഞാൻ കഴിക്കാൻ നിന്നിട്ടില്ലായിരുന്നു. പക്ഷേ അവരൊക്കെ ഇങ്ങനെ അടുത്ത് നീനു കഴിച്ചു നോക്കും, ഒന്നൊക്കെ കഴിക്കാൻ വെച്ചേ, അതിനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് 2-3 പീസ് എടുത്ത് കഴിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ഒരു 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 കുറ്റബോധമൊക്കെ തോന്നുന്നത് കൊണ്ട്, കാരണം നമ്മൾ ഡയറ്റിൽ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഫുഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഉമ്മ അങ്ങനെ പറയും, ഇവിടെ ചക്കരക്കിഴങ്ങ് പുഴുങ്ങി, എന്താ അതിന് പറയാം, മധുരക്കിഴങ്ങ്, അപ്പോൾ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല ചമ്മന്തിയും അച്ചാറും മീനച്ചാറൊക്കെ കൂട്ടി അവരത് നല്ലോണം തട്ടുന്നുണ്ട്. പക്ഷെ ഉമ്മ എന്നോട് തിന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഗൗരവത്തിൽ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അവർ കഴിക്കുന്ന വീഡിയോ എടുത്ത് ഞാൻ വേഗം റൂമിലേക്ക് പോയി. അധികം നേരം നോക്കി നിന്നാൽ ചിലപ്പോൾ അത് ഞാനൊന്ന് നാമൽ വെച്ച് നോക്കുമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം വീഡിയോസൊക്കെ എടുത്ത് പോയി. അപ്പോൾ ഇന്ന് ഞാൻ ഇത്ര ഫുഡ് കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി നാളെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് അരികോട് എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കണം. എനിക്ക് ഇത് കഴിച്ചിട്ട് തന്നെ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ എല്ലാവരും കഴിക്കണുണ്ട്. നീനുട്ടി ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അവളും പിന്നെ വൈകുന്നേരം ആയാലും അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ എന്താ പറയുക, അതാ അവരൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. രാത്രി ഇവരും ഇതന്നെ കഴിച്ചിട്ടുള്ളൂ, പിന്നെ അങ്ങോട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പം തന്നെ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അവരും ഇതൊക്കെ കഴിച്ച് നിർത്തിയാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നെക്സ്റ്റ് വോയിസ് കൊടുക്കാൻ നിന്നപ്പോഴാണ് സ്റ്റാറിൻ്റെ ആ വീഡിയോസ് എടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു ലൈറ്റ് കത്തുന്ന വീഡിയോസൊക്കെ എടുത്തു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ ഞാൻ എൻ്റെ വീട്ടിലൊരു വിശേഷങ്ങളായിട്ട് വരാം. എന്തൊക്കെ കഴിച്ചെന്ന് നോക്കാം. ഡയറ്റ് പൊട്ടുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ കഴിയുന്നത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ, ഞങ്ങളുടെ സന്തോഷങ്ങൾ. അപ്പോൾ എല്ലാവരും സ്വന്തം വീട്ടിലൊക്കെ ആയിരിക്കില്ലേ, ഒക്കെ വെക്കേഷൻ ആയതുകൊണ്ട്. പിന്നെ നാളത്തെ വീഡിയോ ആയിട്ട് വരാം. ബൈ.